പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കണ്ണൂർ ഇരിട്ടിയിൽ നിന്നൊരു വാർത്ത വരുന്നു. കണ്ണൂർ ഇരിട്ടിയിൽ പന്നിക്കെണിയിൽ കുടുങ്ങിയ പുലിയെ ഉടൻ മയക്കുവെടി വയ്ക്കും. വയനാട് നിന്നുള്ള സംഘം കാക്കയങ്ങാട് എത്തിയിട്ടുണ്ട്. കാക്കയങ്ങാട് പാലാ റോഡിലെ വീട്ടുപറമ്പിലാണ് പുലിയെ കെണിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രദേശത്ത് നിന്ന് ആളുകളെ മാറ്റുന്നു. അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, ഇപ്പോൾ പുലിയുടെ അവസ്ഥ എന്താണ്? നാട്ടിൽ ആളുകളൊക്കെ ഈ പുലിയെ കാണാനായിട്ട് അവിടെ വന്നിട്ടുണ്ട്, അവരെ മാറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പുലി ആ കെണിയിൽ നിന്ന് ഇപ്പോൾ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടോ മയക്കുവെടി ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുൻപ്? അരുൺ, മയക്കുവെടി വെക്കേണ്ടുന്ന ഈ സർജൻ ഉൾപ്പെടെയുള്ള വനം വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ കെണിയിൽ നിന്നും പുലി രക്ഷപ്പെട്ട് പുറത്തേക്ക് പോവാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ അത് വലയുൾപ്പെടെ സജ്ജീകരിച്ചുകൊണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കാക്കയങ്ങാട് ടൗണിന് അടുത്തു തന്നെയാണ്, ജനവാസ മേഖല കൂടിയാണ്. ഇവിടെയാണ് ഇങ്ങനെ ഒരു പുലിയെ ഇന്ന് രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്നതിനിടയിൽ പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെയാണ് പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും മയക്കുവെടി വെക്കാനുള്ള തീരുമാനത്തിലാണുള്ളത്. മയക്കുവെടി വെക്കാതെ ഈ പുലിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴിയുകയുമില്ല. സാധാരണ രീതിയിൽ മയക്കുവെടി വെച്ചതിന് ശേഷം പുലിയെ മയങ്ങിയതിന് ശേഷം വാഹനത്തിലേക്ക് കൂടിലേക്ക് മാറ്റി കൊണ്ടുപോവുകയാണ് പതിവ്. ആ രീതിയിൽ തന്നെ ആയിരിക്കും ഈ പുലിയെയും കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ വെറ്റിനറി സർജൻ ഉൾപ്പെടെ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇതിനകത്ത് ഏത് ദിശയിലാണ് അല്ലെങ്കിൽ ഏത് പൊസിഷനിലാണ് ഉള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇനിയിപ്പോൾ മയക്കുവെടി വെക്കുക. അതിനുൾപ്പെടെയുള്ള അനുമതി ജില്ലാ കളക്ടറിൽ നിന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും തേടേണ്ടതുണ്ട്. അത് നേരത്തെ തന്നെ കാലേക്കുട്ടി തന്നെ ആ അനുമതി തേടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അനുമതി ലഭിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ഈ മയക്കുവെടി വെക്കുന്ന നടപടികളിലേക്കാണ്. അതിനുവേണ്ടി ഈ പുലിയുടെ ഇപ്പോഴത്തെ പൊസിഷൻ എങ്ങനെയാണ്, അതിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ വെറ്റിനറി സർജൻ വിലയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് ഈ മയക്കുവെടി വെക്കുകയും ചെയ്യുക. എന്തായാലും വളരെയധികം പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുന്ന രീതിയിലാണ് നമുക്ക് പുലിയെ ആദ്യം കണ്ടിട്ടുള്ളത്. ചേട്ടാ, നിങ്ങളല്ലേ പുതിയ ടാപ്പിങ് കഴിഞ്ഞ് പട്ടികളൊക്കെ പട്ടിക്ക് കൂടുതൽ വൃത്തിയാക്കി പട്ടിക്ക് ഭക്ഷണം വെള്ളമൊക്കെ വെച്ച് കോഴി തീറ്റി. ഞാൻ വയലിൽ സാറിന് എല്ലാ ദിവസവും വയലിൽ പോകുന്നതാണ്. കുറച്ച് പച്ചക്കറി ഉണ്ട്. പച്ചക്കറി നോക്കാൻ വേണ്ടി വയലിൽ പോകുമ്പോൾ എൻ്റെ അടുത്ത് പട്ടി വരുന്നുണ്ട്. വയലിലെത്തേനും പട്ടി പെട്ടെന്ന് ഒരു സൗണ്ടൊക്കെ വരച്ച് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു എന്തോ പട്ടീൻ്റെ സൗണ്ടും ഈ ജീവിൻ്റെ സൗണ്ടാണ്. കന്നത് മനസ്സിലായില്ല. പട്ടി അന്നേരം ഓടി. അതിനെ കണ്ടതിനെ പട്ടി ഓടി വീട്ടിലേക്ക് വന്നു. ഞാനും കൂടെ തന്നെ ഓടി. അങ്ങനെ പട്ടിയൊന്നുമില്ല, നമ്മൾ നിൽക്കാൻ പാടില്ല. കാരണം പട്ടി ജീവരക്ഷാത ഓടുന്നില്ല. അപ്പോൾ എന്തോ ജീവിയാന്ന് നമുക്ക് മനസ്സിലായല്ലോ. നേരം പുലിയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല? ഇല്ല, എനിക്ക് അറിയില്ല. എന്തോ അല്ല ജീവിയാന്ന് മനസ്സിലായി. ഞാനിപ്പോൾ ഏട്ടനെ വിളിച്ച് ഏട്ടനെ വിളിച്ച് ഓൻ വന്ന് നോക്കിയിട്ടാന്ന് സംശയം പറഞ്ഞ് അത് പുലിയാണെന്ന് തോന്നുന്നു പറഞ്ഞു. അങ്ങനെ പിന്നെ അപ്പുറത്തെ മതേട്ടനെ വിളിച്ച് അപ്പുറത്തെ വിജയേട്ടനെ വിളിച്ച് പിന്നെ ടൈപ്പ് ജിത്തിൻ്റെ അപ്പോൾ അവനെ വിളിച്ച് അങ്ങനെ ഒരു വല്ലം വന്ന് നോക്കിയതാണ്. അവർ അവൻ്റെ എണി വെച്ചിട്ട് റബ്ബറിനോട് എണീച്ച് നോക്കി കയറി നോക്കി സംശയം കൊണ്ട്. അന്നേരം പറഞ്ഞാൽ പുലിയാന്ന് അവർ പറഞ്ഞു. എൻ്റെ ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ വലിയ ആരോഗ്യമുള്ള പുലിയാണ് തോന്നുന്നുണ്ട് കാണുന്നുണ്ട്. അങ്ങനെ ആ സൗണ്ടും ആ ശൗര്യം കേട്ടിട്ട് ആ പട്ടീൻ്റെ സൗണ്ടും അതിൻ്റെ സൗണ്ടും കൊണ്ട് ഞാൻ പട്ടി ഓടിപ്പോൾ ഞാൻ ഓടിയില്ല. അത്രയും ഒരു എന്താ പറയുക അത്രയും കേട്ടില്ല. അപ്പോഴത്തെ ആ പകുതി ഞാൻ ചത്തിന് ജീവനും കൊണ്ട് പോകാനില്ലേ. പട്ടി വാഞ്ഞാൽ പിന്നെ ഞാൻ നിൽക്കാൻ പാടില്ലല്ലോ. നമ്മൾ വളർത്ത് പട്ടി വാഞ്ഞാൽ പിന്നെ നമ്മൾ നിൽക്കാൻ പാടില്ല. അപ്പോൾ വളർത്ത് പട്ടി നമ്മൾ അത്രയും നോക്കുന്നതല്ലേ. അത് ഓടി നേരെ വീട്ടിൽ ഇവിടെ വന്നിട്ട് എന്നിട്ട് അന്ന് കുരച്ചത് ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് കുരക്കുന്നത്. അപ്പോൾ ഞാൻ ഓടി അത്രയും ഞാൻ ഒരു നോക്കാൻ കണ്ടില്ലോ. ഒരു സെക്കൻഡിലും ഒന്നും വാഗതി കയ്യിലുണ്ട്. വാഗതി അടിയാവാഞ്ഞ് വാഗതി അടിയിൽ ഓടി ഇങ്ങോട്ട്. എന്നിട്ട് പിന്നെ ഇവരും വന്നിട്ട് വാഗതി എടുത്ത് വാഗതി കയ്യുണ്ട്. പക്ഷേ പറഞ്ഞാലല്ലോ, പേടിച്ചാൽ പിന്നെ രക്ഷയില്ലല്ലോ. അവിടെ ഇങ്ങനെ ഇതിന് മുമ്പ് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ വലിയ ശല്യമൊന്നുമില്ല, ഉണ്ടായില്ല. ടൗണിനടുത്തല്ല, ഇതിപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ അല്ലല്ലോ. അങ്ങനെ പ്രശ്നമൊന്നും അങ്ങനെ ഉണ്ടായില്ല. ഈ കാക്കയങ്ങാട് ടൗണിന് തൊട്ടടുത്തുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ തന്നെയാണ് പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ ബാങ്ക്. അങ്ങനെ ഒരു ടൗൺ വളരെ അടുത്തൊരു പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഇപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ പുലി എന്നത് നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം ജനവാസ മേഖലയിലേക്ക് പുലി എത്തുമ്പോൾ അത് വലിയ ഒരു ആശങ്കയായി മാറുന്നുണ്ട്. എന്തായാലും കൂട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം സജ്ജമാണ്. ഇനിയിപ്പോൾ മയക്കുവെടി വെച്ച് ഈ പുലിയെ പിടികൂടുക എന്നതായിരിക്കും ഇനി അടുത്ത ദൗത്യം.